السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനികളെ, ഈ വരുന്ന ബുധനാഴ്ച ദുൽഹിജ്ജ 7 ദുൽഹിജ്ജ 7 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓമാനൂർ ശുഹദാക്കളുടെ ആണ്ട് നടക്കുന്ന ദിവസമാണെന്ന്. ഒമാനൂർ ശുഹദാക്കളുടെ 318ാമത്തെ ആണ്ടാണ് ഈ വരുന്ന ബുധനാഴ്ച ദുൽഹിജ്ജ 7 നടത്തപ്പെടുന്നത്. നമ്മുടെ നാടുകളിലും പള്ളികളിലും മദ്രസകളിലും വീടുകളിലുമൊക്കെ വളരെ വിപുലമായിട്ട് നൂറ്റാണ്ടുകളായി നടത്തപ്പെടുന്ന അതിമഹത്തായ ആണ്ടാണ് ഒമാനൂർ ശുഹദാക്കളുടെ ആണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയം ഒമാനൂർ ശുഹദാക്കളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ റൂട്ടിൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന പ്രദേശമാണ് ഓമാനൂർ എന്ന് പറയുന്നത്. വർഗീയ ശക്തികൾക്കെതിരെ പോരാടി ഷഹീദായ 3 ശുഹദാക്കൾ ആ നാട്ടുകാരാണ്. അവരെ കുറിച്ചാണ് ഓമാനൂർ ശുഹദാക്കൾ എന്ന് പറയുന്നത്. ബിംബങ്ങളും അമ്പലങ്ങളും അവയുടെ പരിപാലകരും ധാരാളം ഉണ്ടായിരുന്ന ഒരു നാടാണ് അന്ന് ഓമാനൂർ എന്ന് പറയുന്നത്, ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് തന്നെ ബിംബന്നൂർ എന്ന പേരിലായിരുന്നു ആ നാട് അറിയപ്പെട്ടിരുന്നത്. ആ നാട്ടിലെ മുഴുവൻ വീടുകളും ഹൈന്ദവ വിശ്വാസികളുടേതായിരുന്നു. എന്നാൽ 3 വീട് മുസ്ലിങ്ങളുടേതായിരുന്നു. ഒന്നാമത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് ബഹുമാന്യനായ കുഞ്ഞാലി എന്നവരും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ 2 മക്കളായ മൊഹീദ്ദീൻ കുഞ്ഞിപ്പോക്കർ എന്നിവരുമാണ്. ഈ 3 ആളുകളെ കുറിച്ചാണ് ഓമാനൂർ ശുഹദാക്കള് എന്ന് പറയുന്നത്. ഒരു മഹത്തായ ഷഹാദത്തിലേക്ക് അവരെ നയിക്കാനുണ്ടായ സാഹചര്യം പ്രധാനമായും അന്ന് അവിടുന്ന് ആ നാട്ടിൽ നടന്ന, ആ നാടുമായി ബന്ധപ്പെട്ട് നടന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തിരൂര് ഭാഗത്തുണ്ടായിരുന്ന നായർ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചില കാരണങ്ങളാൽ അവർ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ തിരൂരിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹം അവസാനം എത്തിപ്പെട്ടത് ഓമാനൂരായിരുന്നു. അവിടെയുള്ള നാട്ടുകാരായ ഹൈന്ദവ വിശ്വാസികളോട് അദ്ദേഹം സഹായം ചോദിച്ചെങ്കിലും അവരാരും അദ്ദേഹത്തിനെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അദ്ദേഹം എത്തിപ്പെട്ടത് ബഹുമാനപ്പെട്ട കുഞ്ഞാലി എന്നവരുടെ വീട്ടിലായിരുന്നു. അദ്ദേഹം ആ യുവാവിന് അഭയം നൽകി, അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകി. ഈ വിവരം തിരൂരിൽ അറിഞ്ഞു. ഈ വിവരം തിരൂരിൽ അറിഞ്ഞപ്പോ നായന്മാരിൽപ്പെട്ട ചില ആളുകൾ കുഞ്ഞാലിയുടെ വീട്ടിൽ വന്ന് വീട് വളഞ്ഞു. ആ യുവാവിനെ വിട്ടുതരണമെന്നു അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവരോട് പറഞ്ഞത്, നിങ്ങൾ അയാൾക്ക് മാപ്പ് നൽകണമെന്നും ജീവിക്കാൻ അനുവദിക്കണം